ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വെയിറ്റ് ഇൻ ഇറ്റ്. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കുറേ പഠിക്കാനെല്ലാമായി അങ്ങനെ കുറേ ബിസി ആയിപ്പോയി. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുകയാണ്. റിവിഷൻ, ബാക്ക്ലോഗ്, മടി, ഇതെല്ലാം ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം. അതിൻ്റെ റീസണും സൊല്യൂഷനും ഇനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നും എല്ലാം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഒരു ജൂൺ അല്ലെങ്കിൽ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ മെജോറിറ്റി ആൾക്കാരും നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2-3 മാസം ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല ഫ്ലോ ആയി, നല്ല എനർജറ്റിക്കായി, ഭയങ്കര മോട്ടിവേറ്റഡായിട്ട് തുടങ്ങുന്നതായിരിക്കും. പക്ഷെ ഒരു എന്താ പറയുക, ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇങ്ങനെ ഈ ഒരു മാസത്തിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല, മെജോറിറ്റി. നിങ്ങൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും എനിക്കറിയാം മടി നല്ലോണം ഉണ്ടാകുന്ന സമയമാണ്. കാരണം നമ്മളിങ്ങനെ കുറച്ച് 2-3 മാസം നന്നായിട്ട് പഠിച്ച് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഞാനിതെല്ലാം പഠിക്കുന്നത് എന്തിനാ, പഠിച്ചിട്ട് വല്ല ഗുണവും ഉണ്ടാവുമോ, അങ്ങനത്തെ ഓരോ തോട്ട്സ് നമ്മളെ മൈൻഡിലേക്ക് വരുന്ന ടൈമായിരിക്കും ഇത്. എന്തിനാ എനിക്ക് പഠിച്ചിട്ടൊന്നും ആവുന്നില്ല, അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെ നമ്മൾ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര മടിയില്ല, ഭയങ്കരമായിട്ട് ഉഴപ്പുന്ന സമയമാണിത്. അപ്പോൾ ഇങ്ങനെ ഉഴപ്പുന്നത് കാരണം നമുക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നല്ല, മെജോറിറ്റി ആൾക്കാർക്ക് ഇപ്പോൾ എന്തായാലും കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെയുള്ള കാര്യമാണ്, നമുക്ക് റിവിഷൻ ചെയ്യാൻ ഒട്ടും ടൈം കിട്ടുന്നില്ല. കാരണം വീക്ക്ലി എക്സാംസിൻ്റെ ടോപ്പിക്സ് ഇപ്പോൾ കുറച്ചും കൂടി ടഫായി വരുന്ന സമയമാണ്. കാരണം നമ്മൾ +1 അറിയാമല്ലോ, അവസാനത്തോട്ടെത്തുമ്പോൾ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ് വരും. പിന്നെ നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള, മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല, ബാക്ക്ലോഗ്സ് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടൈമാണിത്. അപ്പോൾ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഓഫ് കോഴ്സ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സൂപ്പർ റിപ്പീറ്റാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാനിത് നന്നായി അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് റിവിഷൻ ചെയ്യാൻ എനിക്ക് അത്ര ടൈം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു നല്ലൊരു റിവിഷൻ പ്ലാനാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വീക്ക്, അതിപ്പോൾ ഈ മൺഡേ ഇത്ര ചെയ്ത് തീർക്കണം അങ്ങനെയല്ല, നമുക്ക് കയ്യിൽ ഒരു വീക്ക് ടൈമുണ്ട്. ആ ഒരു വീക്ക് സമയം കൊണ്ട് ഫിസിക്സ് ഒരു ചാപ്റ്റർ, കെമിസ്ട്രി ഒരു ചാപ്റ്റർ, ബയോളജി ഒരു ചാപ്റ്റർ, എനിക്ക് തോന്നുന്നത് ആദ്യമേ ഉള്ള രീതിക്ക് തന്നെ വരുന്നതാണെന്ന് തോന്നുക. ആ NCERT ഓർഡർ തന്നെ +1 ഫസ്റ്റ് തീർത്ത് അങ്ങനെ റിവൈസ് ചെയ്ത് വരുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഫിസിക്സ് ഒരു ചാപ്റ്റർ, കെമിസ്ട്രി ഒരു ചാപ്റ്റർ, ബയോളജി ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഒരു വീക്കിനുള്ളിൽ അത് റിവൈസ് ചെയ്ത് തീർക്കുക. ആദ്യം തന്നെ വലിയ കുറേ എല്ലാം ഒരുമിച്ച് തീർക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. നമ്മൾ ചെറുങ്ങനെ തുടങ്ങി അത് നല്ല രീതിയിലാക്കിയെടുക്കുക. അപ്പോൾ ഫിസിക്സ് ഒരു ചാപ്റ്റർ, കെമിസ്ട്രി ഒന്ന്, ബയോളജി ഒന്ന്, അങ്ങനെ ഒരു വീക്കിനുള്ളിൽ ചെയ്ത് തീർക്കുക. അല്ലാണ്ട് ഒരു ദിവസത്തിനുള്ളിൽ ഒരു ബയോളജി ചാപ്റ്റർ തീർക്കണം അങ്ങനെ ഞാൻ എന്തായാലും പറയില്ല. കാരണം നമുക്ക് ഓൾറെഡി വീക്ക്ലി എക്സാംസിൻ്റെ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കാനുണ്ടാവും. അഥവാ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ വീക്കിനുള്ളിൽ ഈ 3 ചാപ്റ്റർ തീർന്നിട്ടില്ലെങ്കിൽ സാരമില്ല, അതിനി സ്ട്രെസ്സായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വീക്ക് ഇത് ബാലൻസ് ചെയ്ത് പോകുന്ന, ഇപ്പോൾ ഫിസിക്സാണ് നമുക്ക് ഈ വീക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തതെന്ന് വിചാരിക്കും, കെമിസ്ട്രിയും ബയോളജിയും ചെയ്ത് തീർത്തതെന്ന് വിചാരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഇടുമ്പോൾ ഫിസിക്സിൻ്റെ ആ ചാപ്റ്റർ എന്തായാലും ഇടുക. അത് തീർത്ത് പോയിട്ട് മാത്രം വേറെ തുടങ്ങിയാൽ മതി. അല്ലാണ്ട് ഒന്ന് പകുതിക്ക് നിർത്തി അത് മര്യാദയ്ക്ക് റിവൈസ് ചെയ്യാണ്ട് നെക്സ്റ്റ് റിവൈസ് ചെയ്യാൻ തുടങ്ങി അവസാനം ഒന്നും ഇല്ലാണ്ടായി പോരുത്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വെക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അതിലെന്തായാലും ഇപ്പോൾ പോൾസ് എല്ലാം ഇടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് മന്ത്ലി ഒരു എക്സാം വെക്കാം. ആ മന്ത്
ഞാനിപ്പോൾ എല്ലാ മൺഡേയ്സും റിവിഷൻ ടോപ്പിക്സ് ഇടുന്നുണ്ട്. അപ്പോൾ റിവൈസ് ചെയ്തിട്ട് കഴിഞ്ഞില്ല എന്ന് കുട്ടികൾ പറയുന്ന ചാപ്റ്റേഴ്സ് പിന്നെ ഒന്നും കൂടി ഇടുക ചെയ്യുക. അപ്പോൾ ഒരു മന്ത് നമുക്ക് ഇത്ര ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ തന്നിട്ടുണ്ടാവുമല്ലോ. ഒരു വീക്ക് 3 ചാപ്റ്റർ വെച്ച് ഒരു മന്ത് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മന്തിൻ്റെ അവസാനം ഒന്നിക്കിൽ റിവിഷൻ ടോപ്പിക്സിൻ്റെ എക്സാംസ് പോലെ തന്നെ പോളായിട്ടല്ല എക്സാമായിട്ട് നടത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മന്ത്ലി റിവിഷൻ ടോപ്പിക്സ് എക്സാംസ് നടത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ റിവിഷൻ എത്രത്തോളം ചെയ്ത്, ഇനി എനിക്ക് ഈ ചാപ്റ്റേഴ്സ് അവസാനമാകുമ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നിക്കിൽ മന്തിൻ്റെ അവസാനം വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ റിവിഷൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എല്ലാം കൂടി ഒരുമിച്ച് റിവൈസ് ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നാൽ അത് ആദ്യമൊക്കെ ഭയങ്കര ഇതായി തോന്നുമെങ്കിൽ അവസാനം ഒന്നും ഇല്ലാണ്ടാവും. അതിനേക്കാളും നല്ല നമ്മളൊരു നല്ല പ്ലാനെല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. ഒരു വീക്ക് 3 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്താൽ മതി, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതും ഒരു മടുപ്പാവും. റിവിഷൻ ചെയ്തിട്ടില്ല, പിന്നെ അതിൻ്റെ കൂടെ ബാക്ക്ലോഗ്സും കൂടി ആകുമ്പോൾ എല്ലാം കൂടി ഒരു മടുപ്പാവും. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ റിവിഷൻ ചെയ്യാൻ തന്ന ടോപ്പിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയുള്ള ഡൗട്ടായിരിക്കും റിവിഷൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ റിവിഷൻ ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മൾ മുന്നേ ഒരുക്ക പഠിച്ച ചാപ്റ്റേഴ്സ് ആയിരിക്കും, അതിനാണല്ലോ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇനിയും ഇരുന്ന് ലെക്ചേഴ്സ് ഫുള്ള് കാണല്ല വേണ്ടത്. നമ്മൾ ഒന്നിക്കൽ ഓൾറെഡി ഇക്വേഷൻ ബുക്ക് ആക്കി വെച്ചവരുണ്ടാവും. ഇക്വേഷൻ ബുക്ക് ആക്കി വെച്ചവർ നന്നായിട്ട് ഇക്വേഷൻ വായിച്ചു നോക്കുക. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി അഥവാ ഏതെങ്കിലും കോൺസെപ്റ്റ് മറന്നുപോയി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെയും ആ ക്ലാസ് ഫുള്ളിരുന്ന് കാണാൻ നിൽക്കാണ്ട് ഒന്നിക്കൽ ആ പെർട്ടിക്കുലർ ഭാഗത്തിൻ്റെ മാത്രം എടുത്ത് ഒരു 2x എങ്ങാനോട്ട് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ട്. നമുക്ക് ക്ലാസ് ചില ചാനൽസ് ഉണ്ട് ഭയങ്കര വ്യൂവേഴ്സിന് വേണ്ടി മാത്രം ഇത്ര ഷോർട്ട് ടൈം പീരീഡിനുള്ളിൽ എല്ലാം കവർ ചെയ്യുമെന്ന് പറയും. പക്ഷേ നമുക്കറിയാം അത് അത്രയ്ക്ക് പ്രാക്ടിക്കലല്ല. നമുക്കറിയാം, കാരണം അത്ര നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നല്ലൊരു യൂട്യൂബ് ക്ലാസ് സെലക്ട് ചെയ്ത് അത് 2x കണ്ടു നോക്കി നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്ലിയർ ചെയ്ത് പോവുക. ഈ റിവിഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇക്വേഷൻസ് മര്യാദയ്ക്ക് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കേണ്ട ടൈമാണ്. ഇക്വേഷൻ ബുക്ക് ഫിസിക്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഇക്വേഷൻ ബുക്ക് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇക്വേഷൻസ് നന്നായി പഠിച്ച് മനസ്സിലാക്കി ആ ചാപ്റ്ററിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കാം. ഇനി കെമിസ്ട്രി എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നതെന്നുള്ളതാണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി റിവൈസ് ചെയ്യേണ്ട ഏറ്റവും നല്ല മെത്തേഡ് നിങ്ങൾ NCERT നന്നായിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനോർഗാനിക്കും ഓർഗാനിക്കും എങ്ങനെയാണ്, ഓർഗാനിക് ഇപ്പോൾ നമ്മൾ അധികം പഠിച്ച് തുടങ്ങിയില്ലല്ലോ, തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. മീൻസ് എനിക്കറിയില്ല വേറെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എങ്ങനെ എടുക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, ഓർഗാനിക് ആണെങ്കിലും നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. NCERT മസ്റ്റായിട്ട് ഇനോർഗാനിക്കും ഓർഗാനിക്കും വായിച്ചിരിക്കണം. ഇനോർഗാനിക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഫിസിക്കൽ കെമിസ്ട്രിയാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം അതിലുള്ള ഇക്വേഷൻസ് മര്യാദയ്ക്ക് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി ബയോളജി റിവൈസ് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ലെക്ചേഴ്സ് പിന്നെ എടുത്ത് കാണരുത്. ബയോളജി റിവൈസ് ചെയ്യുമ്പം NCERT മര്യാദയ്ക്ക് വായിക്കുക. ഇനി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് നോട്ട് മര്യാദയ്ക്ക് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. NCERT റിവൈസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ബയോളജി വായിക്കണം, എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി എല്ലാം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനിയുള്ള ഈ ഡിസംബർ വരെ നിങ്ങൾക്ക് ഇതെല്ലാം തോന്നും. ഡിസംബർ അല്ലെങ്കിൽ ജനുവരി വരെ, ജനുവരി തൊട്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു സ്പാർക്ക് വരാൻ തുടങ്ങും. ലൈക്ക് ഇനി കുറച്ച് ദിവസം എക്സാമിനുള്ളൂ, ഞാൻ ഇനി നല്ലോണം പഠിക്കണം എന്നുള്ള ഒരു തോന്നൽ വരാൻ തുടങ്ങും. പക്ഷേ പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അത്ര ടൈം നമുക്ക് റിവിഷനും ബാക്ക്ലോഗ്സ് എല്ലാം ചെയ്ത് തീർക്കാനുള്ള ടൈം നമുക്ക് കിട്ടാനായി പോകും. അതിനേക്കാളും നല്ലത് നമ്മൾ ഇപ്പോഴേ ഇതെല്ലാം മനസ്സിൽ ആലോചിച്ച് നമ്മൾ സെൽഫ് മോട്ടിവേറ്റ്, ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് നല്ലത് നമ്മൾ പാരൻസിനെ പറ്റി ആലോചിച്ച്, നമ്മളെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് നമുക്ക്
ഇനി നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആലോചിച്ച് നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയാണ് വേണ്ടത്. മറ്റുള്ളവർ മോട്ടിവേറ്റ് ചെയ്താൽ ഞാൻ അങ്ങനെ ഒരാളാണ്. ഒരാളിപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്താൽ ഇപ്പം രാവിലെ മോട്ടിവേറ്റ് ചെയ്യുന്നെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എൻ്റെ ആ മോട്ടിവേഷൻ ഫുൾ പോകും. കാരണം നമ്മൾ നമ്മളെ കാര്യത്തിൽ തന്നെ മോട്ടിവേറ്റ് ആവുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പാരൻസ് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നതായിരിക്കില്ലേ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട്. എനിക്ക് ഏറ്റവും ഭയങ്കര സങ്കടപ്പെടുത്തിയ കാര്യം അതാണ്. കഴിഞ്ഞ എക്സാമിന് അച്ഛനും അമ്മയും ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തു നിൽക്കും. ഞാൻ എക്സാം നന്നായിട്ട് എഴുതാണ്ട് പുറത്ത് വരുന്ന ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ എനിക്ക് ആലോചിക്കാൻ ആ ഒരു കാര്യമാണ് എപ്പോൾ ഉണ്ടാവും, മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ. നിങ്ങളും അങ്ങനെ ആലോചിക്കുക. അഥവാ പാരൻസ് നിങ്ങൾ അത്രക്കും ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഉഴപ്പി ബാക്ക്ലോഗ്സായി പഠിക്കാണ്ടായി അങ്ങനെയെല്ലാം എന്നാൽ അവസാനം എക്സാമിൻ്റെ ഡേ അവർക്ക് എത്ര സങ്കടമാവും എന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മോട്ടിവേറ്റഡ് ആവുക. അപ്പോൾ ഇപ്പോഴേ റിവിഷൻ ചെയ്ത് ബാക്ക്ലോഗ്സ് എല്ലാം കവർ ചെയ്ത് നല്ല കുട്ടികളായി പഠിച്ചു പോയാൽ അവസാനം നമുക്ക് മെയ് 4 എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റിഗ്രറ്റ് അടിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. നമ്മൾക്ക് ഇപ്പോഴേ പഠിച്ചിട്ട് നമുക്ക് എക്സാം ടഫായതാണെങ്കിൽ ഓക്കെ എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഉഴപ്പി നടന്നിട്ട് എക്സാം ടഫായതെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു റിഗ്രറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ റിഗ്രറ്റ് ഭയങ്കര നമ്മൾ വിഷമിപ്പിക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അന്നേരം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കെല്ലാം പോകാണ്ട് നിൽക്കണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 100% കൊടുത്ത് പഠിക്കുക. അപ്പോൾ റിവിഷൻ സ്ട്രാറ്റജി എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ താഴെ ലിങ്ക് ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് റിവിഷൻ പ്ലാനെല്ലാം അടിച്ചു പൊളിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.